സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഇതാണ്. വർഷങ്ങളായി വഖഫ് മുനമ്പം ജനതയെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനൊരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ ഒരു വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ മുനമ്പം ജനതയെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? എന്തുകൊണ്ടാണ് ഈ മുനമ്പം സംരക്ഷണ സമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമ പോരാട്ടത്തിൽ അങ്ങേക്ക് വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുള്ളത്? ഫാദർ ജോഷി മൈറ്റിൽ. വഖഫ് നിയമം വളരെ പ്രശ്നം പിടിച്ചതാണെന്ന് ഇതിനകം ചിന്താശേഷിയുള്ളവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. നിയമ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധത എത്രമാത്രം തിരികെ കയറ്റിയ ഒരു ആക്റ്റാണ് വഖഫ് ആക്ട് 1995, അതുപോലെ അതിൻ്റെ അമെൻമെൻറ്റ് 2013 എന്നും അത് വായിക്കുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വഖഫ് ആക്ട് അത് ഇന്ത്യൻ പൗരന്മാരുടെ അവകാശങ്ങളെ, ഭരണഘടനാപരമായ അവകാശങ്ങളെ ഹനിക്കുന്ന ഒന്നാണ് എന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് മുനമ്പംകാര്. സത്യത്തിൽ ഈ മുനമ്പം ജനതയുടെ 610 കുടുംബങ്ങളുടെ അനുഭവമാണ് ഈ വഖഫ് ആക്ട് ഭേദഗതി വേണം എന്നുള്ളതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാരണമായി നിലകൊള്ളുന്നത്. കണ്ണുള്ള എല്ലാവർക്കും കാതുള്ള എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകും മുനമ്പത്തെ 610 കുടുംബങ്ങൾ 36 വർഷം മുൻപ് പണം കൊടുത്ത് വാങ്ങി ആധാരം ചെയ്ത് കരമടച്ച് സ്വന്തം ഭൂമിയിൽ ഇതുവരെ താമസിച്ചിരുന്നവരുടെ ഈ ഭൂമിയിലേക്ക് വഖഫ് ബോർഡ് കടന്നു കയറുന്നു. വഖഫ് ആക്ടിലെ ഭരണഘടനാ വിരുദ്ധമായ സെക്ഷനുകൾ ഉപയോഗിച്ച് ഈ മനുഷ്യരിൽ നിന്ന് അത് പിടിച്ചെടുക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ് ഭൂമിയുടെ മേലുള്ള അവകാശം. ഒരാൾക്ക് സ്വന്തമായി അയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഭൂമി, ആ ഭൂമിയുടെ ആ ടൈറ്റില് അയാളുടേതാണ്, അയാളുടേത് മാത്രമാണ്. ഇപ്പൊ ഇഷ്ടദാനമായി എഴുതി കൊടുത്താൽ ശരിയാണ്, ടൈറ്റിൽ മാറി. അല്ല, വിറ്റു, അപ്പൊ ഒരു തീരാധാരമായി എഴുതി കൊടുത്തു, അങ്ങനെ വരുമ്പോഴും ടൈറ്റിൽ മാറി. ഇനി ഇത് രണ്ടുമല്ല എങ്കിൽ എങ്ങനെയാണ് ടൈറ്റിൽ മാറുക? ഭരണഘടന ആർട്ടിക്കിൾ 300A വെച്ചാണെങ്കിൽ, അതിൻ്റെ പ്രകാരമാണെങ്കിൽ അതിന് കോടതിയുടെ വിധി അത് മാത്രമേ അങ്ങനെ ടൈറ്റിൽ മാറാൻ ഉള്ള ഒരു സാധ്യതയായിട്ടുള്ളൂ. ഇപ്പോൾ ഒരാൾക്ക്, ഇപ്പോൾ ജോർജിക്ക് ഭൂമിയുണ്ട്, ജോർജിയുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ ജോർജിയുടെ ആ ഒരു ഭൂമിക്കുള്ള ടൈറ്റില്, ആ ഒരു അവകാശം, അത് ഒരു കോടതിയുടെ വിധി വന്ന് ജോർജിയിൽ നിന്ന് മാറിപ്പോകാം. പക്ഷേ മുനമ്പംകാരുടെ കാര്യത്തിൽ അങ്ങനെ വല്ല വിധിയും കോടതിയിൽ നിന്ന് വന്നോ? ഇല്ലല്ലോ. എന്താ സംഭവിച്ചേ? വഖഫ് ബോർഡ് വഖഫ് നിയമത്തിലെ ആർട്ടിക്കിൾ സെക്ഷൻ 40 ഉപയോഗിച്ച് അത് വഖഫാണെന്ന് അവരങ്ങോട്ട് വിശ്വസിച്ചു. അതിന് അവർക്ക് ഒരു ഇൻഫർമേഷൻ, ഒറ്റ ഇൻഫർമേഷൻ, എന്താ അവരുടെ ഏക ഇൻഫർമേഷൻ? അവിടെ ഒരു ഡീഡ് ഉണ്ടെന്ന്, 1950 ഡീഡ്. അപ്പോൾ ആ ഒറ്റ ഇൻഫർമേഷൻ വെച്ചിട്ട് പിന്നെ അവരങ്ങ് ഡിസൈഡ് ചെയ്തു. 2009 ജൂൺ 24 ഡിസൈഡ് ചെയ്തു. വഖഫ് ബോർഡിന്റെ CEO ആയിരുന്ന BM ജമാൽ. അത് കഴിഞ്ഞ് 2019 ആയപ്പോൾ അവരത് രജിസ്ട്രിയിലേക്ക് എഴുതി ചേർത്തു. വഖഫ് രജിസ്ട്രിയിലേക്ക് എഴുതി ചേർത്തു. എല്ലാം ഏകപക്ഷീയമായിട്ടാണ്, ഒരാളും അറിയുന്നില്ല ഇക്കാര്യങ്ങൾ. ഈ ഉടമസ്ഥരൊന്നും ഇത് അറിയുന്നില്ലെന്ന് ഓർക്കണം. എന്തൊരു ഭീകരമായ അവസ്ഥയാണ് ഇന്ത്യയിൽ. നമ്മൾ ഓരോരുത്തരൊന്ന് ചിന്തിച്ചാൽ മതി.
നമ്മൾ പണം കൊടുത്ത് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ആധാരം ചെയ്ത് കരമടച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി നമ്മൾ ആരും അറിയാതെ പുറകിൽ കൂടി ആരോ വന്ന് നമ്മുടെ ടൈറ്റിൽ എടുത്ത് മാറ്റുന്നു, എന്നിട്ട് അവരുടെ രജിസ്ട്രിയിലേക്ക് എഴുതി ചേർക്കുന്നു. അങ്ങനെയാണ് 2019 അത് മെയ് മാസത്തിൽ അത് എഴുതി ചേർക്കുന്നത്. മെയ് മാസം 20-ാം തീയതി. 6 വർഷം കണ്ട് കഴിഞ്ഞുള്ളൂ. ഇനിയൊന്ന് 6 വർഷം തികയായിരുന്നു. ആ സ്വന്തം രജിസ്റ്ററിലേക്ക് എഴുതി ചേർത്തു. പിന്നീട് എന്താ സംഭവിച്ചത്? 2022 ആയപ്പോൾ ഈ BM ജമാൽ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി CEO ആയ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അത് ഓർഡർ ഇട്ടു. വില്ലേജ് ഓഫീസർമാർക്ക് ഓർഡർ കൊടുത്തു. ഇത് വഖഫ് ഭൂമിയാണ്, ഇനി ഇവിടെ ആർക്കും കരമടക്കാൻ പാടില്ല, ഇനി ആർക്കും കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒന്നും പാടില്ല എന്ന് പറഞ്ഞ് വഖഫ് ബോർഡിന്റെ CEO അങ്ങോട്ട് ഓർഡർ ഇടുകയാണ്. അപ്പോ ഇന്ത്യൻ ഭരണഘടന ഈ പൗരന്മാർക്ക് നൽകുന്ന ഈ ഒരു ആർട്ടിക്കിളിലൂടെ നൽകുന്ന ആ ഉറപ്പ് എവിടെ പോയി? 300A നൽകുന്ന ഉറപ്പ്, അതായത് ഒരു കോടതിയുടെ വിധിയിലൂടെ അല്ലാതെ, അല്ലെങ്കിൽ നമ്മൾ സ്വയം ഇഷ്ടദാനമായിട്ടോ അല്ലെങ്കിൽ വിൽക്കുകയോ, അതൊക്കെ മനസ്സിലാക്കാം. അല്ല, നിങ്ങളിൽ നിന്ന് ഇത് പറിച്ചെടുക്കപ്പെടുക, ഉടമസ്ഥാവകാശം പറിച്ചെടുക്കപ്പെടുക എന്ന് പറയുന്നത് ഒറ്റ രീതിയിലേ നടക്കാൻ ഭരണഘടന അനുസരിച്ച് പാടുള്ളൂ. അത് 300A അനുസരിച്ച് ഒരു കോടതി വിധിയിലൂടെയാണ്. പക്ഷേ വഖഫ് ആക്ട് സെക്ഷൻ 40 ഭരണഘടനയിലെ ഈ ആർട്ടിക്കിളിന് നേരെ വിപരീതമായ രീതിയിൽ ഉള്ള അവകാശാധികാരങ്ങൾ വഖഫ് ബോർഡിന് നൽകിയിരിക്കുന്നു. ഇതുപോലെ ഒരു കാര്യം കൂടി വെച്ചാൽ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട്, ഈ വഖഫ് ബോർഡിന്റെ അല്ലെങ്കിൽ ഈ വഖഫിനെ അനുകൂലിക്കുന്നവരുടെ ഒരു അവകാശവാദം, അങ്ങ് നേരത്തെ പറഞ്ഞു, ഈ ടൈറ്റിൽ അത് മാറ്റാനുള്ള അവകാശം ഈ സിവിൽ കോടതികൾക്കാണ്, പക്ഷേ ഈ വഖഫ് ട്രൈബ്യൂണൽ സിവിൽ സ്വഭാവമുള്ള ഒരു സംവിധാനമാണ് എന്നൊക്കെയാണ് അവരുടെ ഒരു അവകാശവാദം. വഖഫ് ട്രൈബ്യൂണൽ ഒരു സിവിൽ കോടതിക്ക് സമാനമായ ഒന്നാണ് എന്നുള്ളതിൽ ഒരാൾക്കും സംശയം വേണ്ട. അത് അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ വഖഫ് ട്രൈബ്യൂണൽ ആണോ ഈ മുനമ്പംകാരുടെ വസ്തു രജിസ്ട്രിയിലേക്ക് എഴുതി ചേർത്ത് വഖഫ് ട്രൈബ്യൂണൽ ആണോ? ഇനി വില്ലേജ് ഓഫീസർമാർക്ക് കമാൻഡ് കൊടുത്തത് വഖഫ് ട്രൈബ്യൂണൽ ആണോ? അല്ല, വഖഫ് ബോർഡാണ്. വഖഫ് ബോർഡിന് എവിടെയാണ് ഒരു സിവിൽ കോടതിയുടെ സമാനതയുള്ളത്? അപ്പോ അവിടെയാണ് വിഷയം കിടക്കുന്നത് ജോർജ്. അപ്പോൾ ആ വ്യക്തത വേണം. വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് വഖഫ് ബോർഡ് ഒരു തീരുമാനമെടുത്ത് ഒന്ന് വഖഫായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൽ പരാതിയുമായി പോകാൻ പറ്റുന്ന ഏക സ്ഥലം വഖഫ് ട്രൈബ്യൂണൽ ആയിരുന്നു ഇതുവരെ. അപ്പോൾ ആ വഖഫ് ട്രൈബ്യൂണലിന് ശരിയാണ് ഈ പറയുന്ന സിവിൽ കോടതിയുടെ ഒരു സമാനതയുണ്ട്. പക്ഷേ പ്രശ്നം ഇവിടെ അതല്ല. മുനമ്പംകാരുടെ സ്ഥലം പിടിച്ചെടുത്തത് വഖഫ് ട്രൈബ്യൂണൽ അല്ല. വഖഫ് ട്രൈബ്യൂണലിൽ ഇപ്പോൾ കേസ് നടക്കുന്നല്ലേ ഉള്ളൂ. വഖഫ് ബോർഡാണ് അത് ചെയ്തത്. ഇവിടെയാണ് ഞാൻ പറയുന്നത് സെക്ഷൻ 40 ഭരണഘടനാ വിരുദ്ധത ആർക്കും നേരിട്ട് കാണാവുന്നതാണ്. ഞാൻ പറയുന്നത് കണ്ണുള്ളവർക്ക് കാണാം, കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് കാണാം, കാതുള്ളവർക്ക് കേൾക്കാം, കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കേൾക്കാം. ഭരണഘടനാ വിരുദ്ധത. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ ഭരണഘടന, ഈ പറയുന്ന വഖഫ് ഭേദഗതി ബില്ലില് സെക്ഷൻ 40 അത് പൂർണ്ണമായിട്ടും എടുത്തു കളഞ്ഞു എന്നുള്ളത് വളരെ ഇന്ത്യൻ പൗരന്മാർക്ക് അങ്ങേയറ്റം ആനന്ദം നൽകുന്ന ഒരു 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 ഡിലീഷനാണ് ഭേദഗതിയിലൂടെ സംഭവിച്ചിട്ടുള്ളത്. അതാണ് സെക്ഷൻ 40 കുറിച്ച് പറയാനായിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെ ഒത്തിരി നിയമങ്ങൾ, ഒത്തിരി സെക്ഷൻസ് ഭരണഘടനാ വിരുദ്ധം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാവുന്ന സംഗതികളുണ്ട്. ഉദാഹരണത്തിന് 83(4) പറയുന്നത്, ഈ പറയുന്ന വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി അന്തിമമാണ്. പിന്നെ അന്തിമം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അപ്പീൽ പോകാൻ പറ്റില്ല. പിന്നെ എന്താ പറ്റുന്നത്? വല്ല റിവ്യൂ ഒക്കെ ആവാം. അതിന്റെ അർത്ഥം എന്താ? അവിടെ ലോ നോക്കാനേ പറ്റുള്ളൂ, ഫാക്ട് നോക്കാൻ പറ്റില്ല. അതാണ് ഫാക്ച്വൽ
അന്വേഷണങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ഓക്കെ. അവിടെ ഉണ്ടാകുന്ന ലീഗലായിട്ടുള്ള അന്വേഷണം മാത്രമേ ഉള്ളൂ. പ്രൊസീജിയർ ശരിയായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നടക്കും. അതായിരുന്നു വഖഫ് ആക്ടില് 95 ഉണ്ടായിരുന്നത്. ഓക്കെ. ഒരു കാര്യം കൂടി വെച്ചാൽ ഈ വഖഫ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ സിവിൽ കോടതികളിൽ സാധാരണ ഒരു കോഡ് ഓഫ് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. ഈ ഈ വളരെ ശരി, കാര്യത്തിൽ വളരെ ശരി, ബാധകമല്ലോ, ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ കാര്യത്തിൽ ബാധകമല്ലോ. ശരിയാണ്. ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ വിഷയം അത് തന്നെയാണ്. ഞാൻ അതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അതായത് വഖഫ് ട്രൈബ്യൂണൽ എല്ലാവരും പറയും വഖഫ് ട്രൈബ്യൂണൽ സിവിൽ കോടതി പോലെ തന്നെയാണ്. സിവിൽ കോടതിക്ക് തുല്യമായ സ്റ്റേറ്റസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ സിവിൽ കോടതിയിലെ കാര്യങ്ങളെ സിവിൽ കോടതിയിൽ ഒരു പൗരന് ലഭിക്കുന്ന അതേ തുല്യമായ ഒരു ട്രീറ്റ്മെന്റ് വഖഫ് ട്രൈബ്യൂണലിൽ ലഭിക്കുന്നില്ല. അതായത് ഇപ്പോ സിവിൽ പ്രൊസീജിയർ കോഡ് നോക്കൊന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു സിവിൽ കോടതിയിൽ ഇപ്പൊ നമ്മുടെ ഭൂമി ആരെങ്കിലും കയ്യേറുന്നു, നമ്മൾ കോടതിയിൽ പരാതിയായിട്ട് പോകുന്നു. അപ്പോ കോടതി രണ്ടുപേരുടെയും വാദം കേൾക്കുന്നു. അവിടെ ഈ ഭൂമി കയ്യേറിയവനാണ് തെളിയിക്കേണ്ടത് അത് അയാളുടെ ഭൂമിയാണെന്ന്, അല്ലാതെ ഈ ഞാനല്ല, ഇരയല്ല തെളിയിക്കേണ്ടത് ഈ ഭൂമി എൻ്റെതാണെന്ന്. തീർച്ചയായിട്ടും അതിനുള്ള ഡോക്യുമെന്റുകളൊക്കെ ഇവിടെ ഉണ്ടാകും, അതൊക്കെ ശരി തന്നെ. പക്ഷേ ബേർഡൻ ഓഫ് പ്രൂഫ് അതായത് തെളിയിക്കേണ്ട ബാധ്യത ഉള്ളത് ഈ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നവനാണ്. അതേസമയം വഖഫ് ട്രൈബ്യൂണലില് വഖഫ് ബോർഡിന് ഇത് തെളിയിക്കേണ്ട ഒരു കാര്യമില്ല. തെളിയിക്കേണ്ടത് ആരാ? ഈ ഇരകളാണ്. മുനമ്പംകാര് തെളിയിക്കണം. 1950 ഈ പറയുന്ന സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന ആള് എഴുതിയ ആ രേഖ വഖഫ് രേഖയല്ല എന്ന് ആര് തെളിയിക്കണം? മുനമ്പംകാര് തെളിയിക്കണം. അപ്പോ എങ്ങനെയാണിത് സിവിൽ കോടതിക്ക് എല്ലാ വിധത്തിലും തുല്യമാണ് എന്ന് പറയാൻ കഴിയുന്നത്? ഒരിക്കലും അല്ല. സ്റ്റേറ്റസ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് മാത്രമല്ല, എവിഡൻസ് ആക്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് എല്ലാ സിവിൽ കോടതിയിലും ബാധകം. ഇപ്പോ നോക്കണം, സിവിൽ പ്രൊസീജിയർ അനുസരിച്ച് തന്നെ ആണെങ്കിൽ തന്നെ നോക്കൂ, ലിമിറ്റേഷൻ ഉണ്ട്, ലിമിറ്റേഷൻ ആക്ട് ഉണ്ട്, ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഉദാഹരണത്തിന് 12 വർഷം ഒരു വ്യക്തിയുടെ ഭൂമി 12 വർഷമായിട്ട് അയാൾ ശ്രദ്ധിച്ചില്ല, വേറെ ആരെങ്കിലും കയ്യേറി. 12 വർഷം കഴിഞ്ഞാൽ അഡ്വേഴ്സ് പൊസഷൻ ആകും. ആ ഉപയോഗം കൊണ്ട് അയാളുടേതായിട്ട് അത് മാറും. അതിനു മുൻപ് ഇയാൾ സ്വന്തം ഉടമസ്ഥൻ അത് ക്ലെയിം ചെയ്തില്ല എങ്കിൽ, അപ്പൊ 12 വർഷമേ ലിമിറ്റേഷൻ ഉള്ളൂ ടൈമില്. ഇതുപോലെ സർക്കാരിന്റെ ആണെങ്കിൽ 30 വർഷം. പക്ഷേ ഇത് സെക്ഷൻ 107 പൂർണ്ണമായിട്ടും ഈ ലിമിറ്റേഷൻ ആക്ടിന്റെ സ്വാധീനം പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയിരിക്കുക. അപ്പൊ ഒരു ലിമിറ്റേഷൻ ഇല്ല, ടൈം ലിമിറ്റ് ഇല്ല. ആർക്കും എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എത്ര നാൾ മുമ്പുള്ള കാര്യവും ക്ലെയിം ചെയ്യാം എന്ന് വരുന്നു. അതുപോലെ തന്നെ നോക്കണം, 108A ഒക്കെ ആണെങ്കിൽ കുടിയിറക്കാം, കുടിയൊഴിപ്പിക്കാം. ആരെ? ഏത് നിയമം കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആയവരെയാണെങ്കിലും കുടിയൊഴിപ്പിക്കാം. ട്രൈബൽസിനെ പ്രൊട്ടക്റ്റഡ് ഗ്രൂപ്പായിട്ടല്ലേ കരുതുന്നത് ഇന്ത്യയില്. അവർക്ക് വേണ്ടിയുള്ള നിയമത്തിനും മുകളിലാണ് വഖഫ് നിയമം. SC ST അവർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾക്കും മുകളിലാണ് വഖഫ് നിയമം. അപ്പൊ ഇങ്ങനെ വഖഫ് നിയമത്തെ ഇന്ത്യയിൽ നിലവിലുള്ള മറ്റെല്ലാ നിയമങ്ങൾക്കും മുകളിലേക്കാക്കി ഭരണഘടന ഇവിടുത്തെ ദുർബലർക്ക്, പ്രത്യേകിച്ച് ട്രൈബൽസിനൊക്കെ കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തെ പോലും വല്ലാതെ തമസ്കരിച്ച്, വല്ലാതെ പൂർണ്ണമായിട്ട് അവഗണിച്ച് ഉള്ളൊരു ഒരു ലെജിസ്ലേഷൻ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇനി ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് എൻ്റെ ഭൂമിക്ക് ഞാൻ എല്ലാ ഡോക്യുമെന്റുകളും കൃത്യമായ ഡോക്യുമെന്റുകളുണ്ട് എന്ന് പറഞ്ഞ് കോടതിയിൽ അവതരിപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് തന്നെയല്ലേ തെളിവ്. പക്ഷെ മുനമ്പംകാര് അവരുടെ ഡോക്യുമെന്റുകളൊക്കെ കൊണ്ടുപോയി അവതരിപ്പിച്ച് ഇതെല്ലാം പക്കയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ട്രൈബ്യൂണലില് ഇതുകൊണ്ടൊന്നും കാര്യമില്ല. അവർ തെളിയിക്കേണ്ടത് ഈ വഖഫ് അല്ല സംഗതി എന്നാണ് തെളിയിക്കേണ്ടത്. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലീഗൽ ഇക്വാലിറ്റിയുടെ ഒരു വിഷയം തന്നെയാണ്.
ഇന്ത്യൻ പൗരന് വഖഫ് നിയമത്തിന്റെ വെളിച്ചത്തിൽ സിവിൽ കോടതിയിൽ ലഭിക്കുന്ന ആ ഒരു 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 പരിഗണന, അല്ലെങ്കിൽ ആ സിവിൽ കോടതിയുടെ മുന്നിലുള്ള ആ തുല്യത ട്രൈബ്യൂണലിന് മുന്നിൽ ഇല്ല. അതൊരു തീർച്ചയായിട്ടും വലിയൊരു ഇന്ത്യൻ പൗരന്മാരോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമല്ലേ. ഓക്കെ, അങ്ങനെയുള്ള പല വിഷയങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ, അങ്ങ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഈ വഖഫ് അധിനിവേശം അതിന്റെ ഒരു ഭീകരത തുറന്നു കാട്ടിയത് ഈ മുനമ്പം ജനത നേരിടുന്ന ആ ഒരു പ്രതിസന്ധികളാണ്. ഇപ്പോൾ മുനമ്പം ജനതയുടെ ആ ഒരു സമരം ഏകദേശം 220 ദിവസത്തിലധികം പിന്നിട്ടിരിക്കുന്നു. അവരുടെ ഒരു സഹന സമരം പിന്നിട്ടിരിക്കുന്നു. ഒപ്പം തന്നെ പാരലായിട്ട് മുനമ്പം സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിലൊക്കെ കേസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കേസിന്റെ അവർ നടത്തുന്ന അല്ലെങ്കിൽ അവർ പോകുന്ന ആ ഒരു വഴികളെ സംബന്ധിച്ച് ചില ആശങ്കകൾ അങ്ങ് ഉന്നയിച്ചിരുന്നു. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് അത്തരം ആശങ്കകൾ ഉന്നയിച്ചത്? എന്റേത് ആശങ്കയല്ല കേട്ടോ ജോർജ്, എന്റേത് ആശങ്കയല്ല, എന്റേത് കഠിനമായ സങ്കടമാണ്, ഓക്കെ, വലിയ ദുഃഖമാണ് എന്റേത്. അതായത് ഈ മുനമ്പം ജനത 610 പേരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി എന്ന് ഓർക്കണം. അത്രക്ക് വലിയൊരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. പക്ഷെ അവർ കേസ് നടത്തുന്ന രീതികൾ ഇതുവരെ ഒന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഒരു കേസ് ഹൈക്കോടതിയിൽ എത്രയോ കേസ് അവർ കൊടുത്തു, എത്രയോ പണം പലരിൽ നിന്നായിട്ട് അവര് പിരിച്ച് ചെലവഴിച്ചു. പക്ഷെ ഏതെങ്കിലും ഒരു കേസ് നേരാൻ ചൊവ്വേ അവർ നടത്തിയോ? എനിക്ക് ഏറ്റവും വിഷമമായിട്ട് തോന്നുന്നത് വഖഫ് ട്രൈബ്യൂണലിൽ ഇതൊരു പോകണമെന്ന് ഏതാണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ, 2024 സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം നിയമം പഠിച്ചാൽ അറിയാം, വഖഫ് ട്രൈബ്യൂണലിൽ പോയില്ല എങ്കിൽ കട്ടപ്പുകയാണ്. കാരണം പിന്നീട് ഇവർക്ക് ഒരിടത്തും കേസിന് പോകാൻ പറ്റില്ല. നിയമം അനുസരിച്ച് വഖഫ് ട്രൈബ്യൂണലിലൂടെ തന്നെ നടക്കുള്ളൂ. അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിൽ കേസ് കൊടുക്കാതെ തോറ്റാലും നമുക്ക് പിന്നീട് എന്തെങ്കിലും സൊല്യൂഷൻ മറ്റു രീതിയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് അമെൻമെന്റ് ഒക്കെ വരുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടും അവർ പോകുന്നുണ്ടായിരുന്നില്ല. മറിച്ച് അവർ ശ്രമിച്ചു കൊണ്ടിരുന്നത് വളരെ ഈ വിഷയത്തിൽ ഏറ്റവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെയായിരുന്നു എന്നതാണ് വാസ്തവം. ശരിക്കും കക്ഷി രാഷ്ട്രീയം ഈ സമരത്തിന്റെ അല്ലെങ്കിൽ സമരത്തിന്റെ പിന്നിലും കേസ് നടത്തിപ്പിന്റെ പിന്നിലും ഞാൻ വളരെ വ്യക്തമായിട്ട് കാണുന്നു. കക്ഷി രാഷ്ട്രീയത്തിന്റെ സ്വാധീനം വളരെ ശക്തമായിട്ട് കാണുന്നു. ഇപ്പോ മുനമ്പം സമരത്തിൽ കക്ഷി രാഷ്ട്രീയമല്ല എന്ന് ആരൊക്കെ പറയുന്നത് കേട്ടു. പക്ഷെ മുനമ്പം സമരത്തിലും ആകട്ടെ, മുനമ്പം ഈ കേസ് നടത്തിപ്പിലും ആകട്ടെ, കക്ഷി രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുകയാണ്. അത് വളരെ വ്യക്തമാണ്. അതും ഏതു കക്ഷികൾ? ഈ വഖഫ് നിയമം ഉണ്ടാക്കി ഇത്രയും ജനത്തെ ദുരിതത്തിലാക്കി അതേ കക്ഷികളുടെ അതേ ദുഷ്ടലാക്കോട് കൂടിയുള്ള ആ ഉപദേശങ്ങളുടെ പിന്നാലെയാണ് ഭൂസംരക്ഷണ സമിതി പോയിട്ടുള്ളത്. ഒരു കേസ് നമ്മൾ കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ട്രൈബ്യൂണലിൽ ഒരു കേസ് കൊടുക്കുമ്പോൾ, അത് ട്രയൽ കോടതിയാണല്ലോ. ഏത് കേസിന്റെയും പൂർണ്ണമായ വാദങ്ങളും പൂർണ്ണമായ തെളിവുകളും അവതരിപ്പിക്കപ്പെടേണ്ടത് ട്രയൽ കോടതിയിലാണ്. എന്തുകൊണ്ടാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതി, എന്തുകൊണ്ടാണ് ഈ വഖഫ് ട്രൈബ്യൂണലിൽ പോലും ഒരു കേസ് ഒറിജിനലായിട്ട് കൊടുക്കാത്തത്? സ്വതന്ത്രമായ ഒരു കേസ് ട്രൈബ്യൂണലിൽ കൊടുത്തോ ഭൂസംരക്ഷണ സമിതി? സ്വന്തമായി തങ്ങൾ കണ്ടുപിടിക്കുന്ന പോയിന്റുകളെല്ലാം അവതരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സ്വന്തമായ രീതിയിൽ ഒരു കേസ് വഖഫ് സംരക്ഷണ സമിതി ഭൂസംരക്ഷണ സമിതി കൊടുത്തിട്ടില്ലെന്നേ. അതായത് ജോർജ്, ഞാൻ അത് തെളിച്ചു പറയാം. ഇപ്പൊ അവിടെ കേസുള്ളത് വഖഫ് ബോർഡും ഫാറൂഖ് കോളേജും തമ്മിലാണ് കേസ്. ഓക്കെ, ഇനി കക്ഷി ചേർന്നിരിക്കുന്നു. എങ്ങനെ കക്ഷി ചേർന്നിരിക്കുന്നു? ഫാറൂഖ് കോളേജിന്റെ ആ വാദത്തില് ഇവരും കക്ഷി ചേർന്നിരിക്കുന്നു. അതിന്റെ അർത്ഥം ഫാറൂഖ് കോളേജ് അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ, ചെറിയ രീതിയിലുള്ള കുറവുകളൊക്കെ വന്നാൽ അത് ഇവരും കൂടി
പറഞ്ഞ് അതൊന്ന് ഭംഗിയാക്കിയേക്കാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഫാറൂഖ് കോളേജ് ട്രൈബ്യൂണലിൽ നിന്ന് തങ്ങളുടെ കേസ് പിൻവലിച്ചു എന്ന് വിചാരിക്കും. ഒക്കെ ഒന്ന് വെറുതെ ഒന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. ട്രൈബ്യൂണലിൽ നിന്ന് ഫാറൂഖ് കോളേജ് കേസ് പിൻവലിച്ചാൽ മുനമ്പം ഭൂസംരക്ഷണ സമിതിക്ക് പിന്നെ അവിടെ ഒരു കേസ് ഇല്ല. അവരുടെ പേരിൽ അങ്ങനെ ഒന്നും ഇല്ല. കാരണം ചേർന്ന് നിന്നുള്ള കേസ് കക്ഷിയേരൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതും ഈ പറഞ്ഞ കക്ഷികളുടെ പ്രത്യേക താല്പര്യപ്രകാരം. അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? 2, ഇത് ഇനി 2 കേസുകൾ അവിടെ ഫാറൂഖ് കോളേജ് കൊടുത്തിട്ടുണ്ട്. ട്രൈബ്യൂണലില് 2 കേസുകളുണ്ട്. പക്ഷെ ഇപ്പറഞ്ഞ കക്ഷി ചേരൽ സംഭവിച്ചത് എവിടെയാണെന്നറിയാവോ? ഭൂസംരക്ഷണ സമിതിയുടെ കക്ഷി ചേരൽ സംഭവിച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാവോ? ഒരെണ്ണത്തിൽ മാത്രം. അതെവിടുത്തെ എന്ത് സുബോധത്തോടെയാണ് ആ ചേരൽ വന്നിരിക്കുന്നത്? 2 കേസുണ്ടെങ്കിൽ 2 കേസിലും കക്ഷി ചേരുക എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായ അത്യാവശ്യം നിയമം അറിയാവുന്ന ആളുകൾ ചെയ്യുന്ന കാര്യമല്ലേ അത്? അപ്പോ ഒരെണ്ണത്തിൽ മാത്രം ഭൂസംരക്ഷണ സമിതി കക്ഷി ചേർന്നു. ഇതിലെ അപകടം മനസ്സിലാക്കിക്കൊണ്ട്, എന്ന് മാത്രമല്ല അടിസ്ഥാനപരമായ വാദങ്ങൾ, വളരെ ശക്തമായ വാദങ്ങൾ, തെളിവുകൾ അത് ഇവരിലൂടെ ഈ കക്ഷിയിലൂടെ ട്രൈബ്യൂണലിൽ എത്തിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഞങ്ങള് കുറച്ചുപേര് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു വേറൊരാൾ കക്ഷി ചേരണം. അങ്ങനെ മുനമ്പത്ത് നിന്ന് ഒരു വ്യക്തിയെ അവിടെ കക്ഷി ചേർക്കാനായിട്ട് കൊണ്ടുവന്നു. ഈ വഖഫ് വിഷയങ്ങളിൽ വളരെ അവഗാഹമുള്ള അഡ്വക്കേറ്റ് കൃഷ്ണൻ ഉണ്ണിയെ നേരിട്ട് പോയി കണ്ടു. ഞാൻ ആലുവയിൽ നിന്ന് എറണാകുളത്ത് പോയി അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കണ്ടു. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ സ്റ്റാലിൻ ദേവൻ സാർ യാത്ര ചെയ്ത് വന്നു. ഞങ്ങൾ ഒന്നിച്ച് കൃഷ്ണൻ ഉണ്ണി അഡ്വക്കേറ്റിനെ കണ്ടു. അങ്ങനെ എല്ലാം തീരുമാനിച്ചു. ഇന്ന പോയിന്റുകളൊക്കെ പറയണം. എന്നിട്ട് വീണ്ടും ഞങ്ങൾ കൃഷ്ണൻ ഉണ്ണി സാറിനെ കണ്ട് അദ്ദേഹത്തെ വീണ്ടും ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഇനിയും കൂടാം എന്നൊക്കെയുള്ള തീരുമാനമെടുത്ത് ഞങ്ങൾ പോയി. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ വ്യക്തി OA ആയി അവിടെ കക്ഷി ചേരാൻ ശ്രമിച്ചപ്പോൾ, OA ഒറിജിനൽ ആപ്ലിക്കേഷനായിട്ട്, അങ്ങനെ വന്നാലേ സ്വതന്ത്രമായിട്ട് നമുക്ക് നമ്മുടെ വാദങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കക്ഷി ചേരാൻ ചെന്നപ്പോൾ ഈ ഭൂസംരക്ഷണ സമിതി അതിന് സമ്മതിച്ചില്ല. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്, അങ്ങനെ വേണ്ട, അങ്ങനെ ചെയ്താൽ സമയം പോകും, അങ്ങനെ സമയം നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഈ ഭൂസംരക്ഷണ സമിതി കക്ഷി ചേരാത്ത ആ മറ്റേ കേസിൽ, ഫാറൂഖ് കോളേജിന്റെ കേസിൽ സൈഡിൽ ചേർത്ത് വെച്ചു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കോടതി ട്രൈബ്യൂണലിൽ ഭൂസംരക്ഷണ സമിതിയുടെ കേസ് നടത്തിപ്പ് ഇങ്ങനെയാണ്. അവസാനം എന്തു പറ്റി? അവസാനം ഇതുവരെ കേട്ടയാൾ മാറിപ്പോയി. പുതിയ ജസ്റ്റിസ് ചാർജ് എടുത്തിരിക്കുന്നു. ഇനി തുടക്കം മുതൽ കേൾക്കണം. എനിക്ക് ഭൂസംരക്ഷണ സമിതിയോട് പറയാനുള്ളത്, അതിശക്തമായി പറയാനുള്ളത്, മുനമ്പംകാരോട് പറയാനുള്ളത്, അതിശക്തമായി പറയാനുള്ളത്, ഈ പുതിയ ജസ്റ്റിസ് വന്നു കഴിയുമ്പോൾ പുതിയ ഈ കേസിലെ കാര്യത്തിലേക്ക് സ്വതന്ത്രമായി ഒരു കക്ഷി ചേരൽ നടക്കണം. അവിടെ പണ്ടാരവക വെറും പാട്ടമായിരുന്നത് എങ്ങനെയാണ് മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിന്റെ സ്വന്തമായി മാറിയത് എന്ന ചോദ്യം ശക്തമായി ഉന്നയിക്കണം. 2, മുഹമ്മദ് സിദ്ദിഖ് സേട്ടു കള്ളപ്രമാണം രചിച്ചതാണ് എന്നുള്ളതിന്റെ തെളിവുകൾ വ്യക്തമായും പുറത്തു വന്നിട്ടുണ്ട്. ഈ നോക്കണം, ഇത് മുഴുവൻ വിവരാവകാശ പ്രകാരം കളക്ട് ചെയ്തിരിക്കുന്നതാണ്. വളരെ വ്യക്തമായി കാണുന്നുണ്ട്, വളരെ വ്യക്തമായി. മുഹമ്മദ് സിദ്ദിഖ് സേട്ടു എന്ന് പറയുന്ന മനുഷ്യന് ഈ സത്താർ സേട്ടുവിന്റെ കുടുംബവുമായി ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. സത്താർ സേട്ടുവിന്റെ പേരക്കിടാവായ മൂസായുടെ മകളായ ആമിന അവളുടെ കെയർ ടേക്കറായി കോടതി വെച്ചു എന്നാണ് ഭാഗാധാരത്തിൽ 1947 ഭാഗാധാരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരാളെ കോടതി നിയോഗിച്ചിട്ടില്ല. മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവിനെ അങ്ങനെ കെയർ ടേക്കറായിട്ട് വെച്ചിട്ടില്ല. അവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഈസ സേട്ടു ആണ്. ആമിനയുടെ അങ്കിളായിട്ട് വരും ഈസ സേട്ടു.
ഓക്കെ. പക്ഷെ അദ്ദേഹം മരിച്ചു. അപ്പോഴാണ് പിന്നീട് യാക്കൂബ് സേട്ട് വരുന്നത്. യാക്കൂബ് സേട്ടുമാണ് കെയർ ടേക്കർ. ഇവരാരും സത്യം പറഞ്ഞാൽ ഈ സത്താർ സേട്ടുവിന്റെ കുടുംബത്തിൽ ഒരാളും അറിയാതെ ഈ ഓഫീസും ആയിട്ട് ബന്ധപ്പെട്ട്, രജിസ്ട്രേഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ തിരിമറികളും തരികിടകളും നടത്തിക്കൊണ്ട് ഈ ഭൂമി അയാൾ സ്വന്തമാക്കുകയായിരുന്നു. അപ്പോ കള്ളപ്രമാണം വെച്ച് മുഹമ്മദ് സിദ്ദിഖ് സേട്ടു സ്വന്തമാക്കിയ ഭൂമിയാണ് ഇത് എന്നുള്ള ആർഗ്യുമെന്റ്സ് അവതരിപ്പിക്കാൻ കഴിയണം. 3, ഈ ആമിന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 11 വയസ്സേ ഉള്ളൂ. അപ്പോഴാണ് ഇദ്ദേഹം ഈ തൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് ഇത് വഖഫ് എന്ന് പറഞ്ഞൊരു ഡീഡൊക്കെ എഴുതുന്നത്. അപ്പൊ അവൾക്ക് 11 വയസ്സാ. നോക്കണം, ഇതെല്ലാം മൂസ സേട്ടുവിന്റെ ഭാഗം എന്ന് വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ടാണ്. മൂസ സേട്ടുവിന്റെ വസ്തുക്കൾ അദ്ദേഹത്തിന്റെ മരണശേഷം 8ആയി തിരിച്ച് അതിൽ 4 ഭാഗം ഈ ആമിന എന്ന മകൾക്കും ബാക്കി 4 ഭാഗം മൂസ സേട്ടുവിന്റെ 4 പെങ്ങൾമാർക്കുമായിട്ട് വീതിച്ചു എന്നാണ് ഭാഗാധാരത്തിൽ കാണുന്നത്. പക്ഷേ ആമിനയ്ക്കുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്, വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ഒരു പട്ടിക പോലും അവിടെ കൊടുത്തിട്ടില്ല. ഇനി ഇതിൽ ഒപ്പിട്ടിരിക്കുന്നതോ? ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഈ 4 സഹോദരിമാരും ഒപ്പിട്ടിട്ടില്ല. പിന്നെ ആരോ ഒപ്പിട്ടിരിക്കുന്നത്? അവർക്കുള്ള പ്രോക്സി ആയിട്ട് ആരൊക്കെയോ ഒപ്പിട്ടിരിക്കുന്നു. ഈ 4 സഹോദരിമാർ ഇത് അറിഞ്ഞിട്ടുണ്ടാവുമാവോ? ആമിന ഇത് അറിഞ്ഞിട്ടുണ്ടാവുമാവോ? ഇതുപോലുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇനി ആമിനയുടെ മൈനർ സ്റ്റേറ്റസ് 11 വയസ്സുള്ളപ്പോൾ അവൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ തനിക്ക് ലഭിച്ച വസ്തുവകകൾ അത് തനിക്ക് പര്യാപ്തമല്ല, പോരാ എന്ന് വേണമെങ്കിൽ അവൾക്ക് ലീഗൽ ക്ലെയിം ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ലീഗൽ ക്ലെയിമിനുള്ള സാധ്യത നിലനിൽക്കുന്ന ഭൂമി വഖഫാക്കാൻ സാധിക്കുമോ? വഖഫ് എന്ന് പറഞ്ഞാൽ വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ പിന്നെ ഇതുപോലുള്ള ലീഗൽ ബൈൻഡിങ് എന്നുള്ള സാധ്യത നിലനിൽക്കെ ആ ഭൂമി വഖഫ് ചെയ്യാൻ എങ്ങനെ മുഹമ്മദ് സിദ്ദിഖ് സേട്ടിന് കഴിയും? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ഈ അന്വേഷണങ്ങൾ എന്തുകൊണ്ട് വഖഫ് ബോർഡ് നടത്തിയില്ല, ഇതൊന്നും നടത്താതെ, ഇതല്ലേ കളക്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇതിന്റെ സകല മുന്നാധാരങ്ങളും പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? വഖഫ് ആണെന്ന് പറഞ്ഞ് ഒരു ലാൻഡ് പ്രഖ്യാപിക്കുമ്പോൾ ആ ലാൻഡ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇവര് ഈ പറയുന്ന ഹോംവർക്ക് നടത്തിയോ? ഈ പറയുന്ന മുന്നാധാരങ്ങളൊക്കെ കണ്ടോ? ഈ പറയുന്ന ആമിനയുടെ മൈനർ സ്റ്റേറ്റസ് കണ്ടോ? പിന്നെ ഇവർക്ക് എങ്ങനെയാണ് ഇത് വഖഫാണെന്ന് മനസ്സിലാക്കാൻ കഴിയുക? അപ്പോ ഈ വിഷയങ്ങളൊക്കെ ട്രൈബ്യൂണലിൽ കൃത്യമായ പരിഗണനയ്ക്ക് വരണം. അതിന് പറ്റുന്ന രീതിയിൽ ഒരു OA അവിടെ വരേണ്ടതുണ്ട്. ഇതെനിക്ക് മുനമ്പം ഭൂസംരക്ഷണ സമിതിയോടുള്ള, ഒപ്പം മുനമ്പംകാരോടുള്ള വലിയ അഭ്യർത്ഥനയാണ്. ഓർക്കണം, കഴിഞ്ഞ 7-8 മാസമായി ഇതിനു വേണ്ടി ജീവിതത്തിലെ നല്ലൊരു പങ്കും ചെലവഴിച്ച ഒരാൾ ഒടുവിൽ കാണുന്നു കോടതിയിൽ പോലും കക്ഷി രാഷ്ട്രീയത്തിന് വിധേയപ്പെട്ട് പോകുന്ന, സ്വന്തം കേസ് തോൽക്കാൻ പോലും തയ്യാറായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അത് വളരെ വളരെ ദയനീയമാണ്, അങ്ങേയറ്റം ദയനീയമാണ്. ഓക്കെ. ഏറ്റവും അവസാനമായിട്ട് 3 ചോദ്യങ്ങൾ. എനിക്ക് തോന്നുന്നു ആ 3 ചോദ്യങ്ങളും കണക്റ്റഡ് ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ UDFന്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം എന്ന പേരിൽ ആ ഭാഗങ്ങളിൽ ഒരു യോഗങ്ങളും സമ്മേളനവും ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ ആ സുപ്രസിദ്ധമായിട്ടുള്ള 10 മിനിറ്റ് വാദഗതി വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാഴ്ച സെഷൻ 97 ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് വന്ന് അത് പ്രിന്റ് എടുക്കാനുള്ള സമയമാണ് 10 മിനിറ്റ് എന്നൊക്കെ പറയുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്? മറ്റൊരു കാര്യം, അദ്ദേഹം തന്നെ പ്രതിദാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി തന്നെയാണ് ഈ മുനമ്പം ജനതയ്ക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സമ്മാനിക്കും എന്ന് നാം പ്രതീക്ഷിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സുപ്രീം കോടതിയിലേക്ക് വരുന്നു. അവർ കൊടുത്തിരിക്കുന്ന ഹർജി ഈ മുനമ്പം ജനതയ്ക്ക് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം സമ്മാനിക്കുന്നതിൽ അത് എത്രത്തോളം അതിനൊരു ഡിലേ കൊണ്ടുവരും? ഒപ്പം
നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. പക്ഷേ എങ്കിൽ പോലും ജനങ്ങളെ കൂടുതൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ലാസ്റ്റായിട്ട് ഈ ചോദ്യത്തിന്റെ മൂന്നാമത്തെ ഭാഗം, ഈ വഖഫ് ഭേദഗതി ബില്ലിലെ ഏത് ഭാഗമായിരിക്കും ഈ മുനമ്പം ജനതയ്ക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം സമ്മാനിക്കുക? ഫാദർ ജോഷി മേയറ്റ്. ഓക്കെ ജോർജ്, ഇതില് നമ്പർ 97 ആണ് ശ്രീ വി ഡി സതീശൻ ഉദ്ധരിച്ചത്. ഉദ്ധരിക്കുകയല്ല, അദ്ദേഹം വെറുതെ പറഞ്ഞത്. അദ്ദേഹം എന്താ പറഞ്ഞ്, കേരള സംസ്ഥാനം അല്ലെ സർക്കാർ സെക്ഷൻ 97 അപ്ലൈ ചെയ്താൽ മതി, അത് വെച്ചിട്ടൊരു ഓർഡർ അടിച്ചെടുക്കാനുള്ള 10 മിനിറ്റ്, അതാണ് ഞാൻ പറയുന്ന 10 മിനിറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഒന്നാമത് അത് വലിയൊരു കോമഡിയാണ്. അതായത് മുനമ്പം പ്രശ്നത്തിനും വഖഫ് നിയമത്തിനും തമ്മിൽ ബന്ധമില്ല എന്നാണല്ലോ ഇവര് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും പറയുന്നത് തന്നെയാണല്ലോ. അപ്പോ മുനമ്പം വിഷയത്തിനും വഖഫ് നിയമത്തിനും തമ്മിൽ ബന്ധമില്ല എങ്കിൽ ഇവര് പറയുന്ന സൊല്യൂഷൻ എങ്ങനെയാണ് വഖഫ് നിയമത്തിൽ നിന്നുള്ള സൊല്യൂഷൻ ആവുന്നത്? അപ്പോ വഖഫ് നിയമവും മുനമ്പം പ്രശ്നവും തമ്മിൽ ബന്ധമില്ലെങ്കിൽ വഖഫ് നിയമത്തിൽ ഒരു സെക്ഷൻ ഇവിടെ കൊണ്ടുവരരുത്. അതെങ്ങനെ പരിഹാരമാകും? പരിഹാരമാകുമെങ്കിൽ അതിന്റെ അർത്ഥം പ്രശ്നവും വഖഫ് നിയമത്തിലൂടെയാണ് എന്ന് സമ്മതിക്കേണ്ടത്. അതല്ലേ സാമാന്യ ലോജിക്ക്. ആ ലോജിക്ക് പോലും ഒരു അഡ്വക്കേറ്റായ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും മാഞ്ഞു പോകുന്നു. അദ്ദേഹം പരിഹാസ്യനാകുകയാണ്. അത് 97 സെക്ഷൻ 97 പരിഹാരമുണ്ട് എന്ന് പറഞ്ഞതിലൂടെ അദ്ദേഹം തന്നെ പറഞ്ഞ, അതായത് വഖഫ് നിയമവും മുനമ്പം പ്രശ്നവും തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞ അക്കാര്യത്തെ അദ്ദേഹം കോൺട്രഡിക്റ്റ് ചെയ്യാണ്. ഒന്നാമത്തെ കാര്യം. 2, 97 എന്ന് പറയുന്നത് എന്താണ്? 97 എന്ന് പറയുന്ന സെക്ഷൻ എന്താണ്? ഞാൻ വായിക്കാം. സബ്ജക്ട് ടു എനി ഡിറക്ഷൻസ് issued by the central government under section 96. The state government may from time to time give to the board general or specific directions. Okay? ഇതാണ് സാധനം. അപ്പോ ഇവര് ചെയ്യുന്നത് എന്താ? Subject to any directions issued by the central government under section 96 എന്നുള്ള ഭാഗം അത് മനുഷ്യരുടെ ശ്രദ്ധയിൽ നിന്നും മറച്ചു പിടിക്കുകയാണ്. അവിടെയൊക്കെ അവര് കരിയോയിൽ ഒഴിക്കുകയാണ്. അതൊക്കെ ബ്ലേഡ് കൊണ്ട് ചെത്തിക്കളഞ്ഞിട്ടാണ് പറയുന്നത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ഫ്രം ടൈം ടു ടൈം ഗിവ് ടു ദ ബോർഡ് സച്ച് ജനറൽ ഓർ സ്പെഷ്യൽ ഡിറക്ഷൻസ്. അപ്പോ കൃത്യമായിട്ട് 97 പറയുന്നത് സബ്ജക്ട് ടു എനി ഡിറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ സെക്ഷൻ 96. അപ്പോ എന്താണ് സെക്ഷൻ 96 എന്നുള്ള ചോദ്യം വരും. എന്താണ് സെക്ഷൻ 96? സെക്ഷൻ 96 ഇതാണ്: ഫോർ ദ പേർപ്പസ് ഓഫ് റെഗുലേറ്റിംഗ് ദ സെക്കുലർ ആക്ടിവിറ്റീസ് ഓഫ് വഖഫ്സ് the central government shall have the following powers and functions, namely. അപ്പോ വഖഫുകളുടെ സെക്കുലർ ആക്ടിവിറ്റീസ് റെഗുലേറ്റ് ചെയ്യുക എന്നതിന് സെൻട്രൽ ഗവൺമെന്റിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? 1, ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുക, പോളിസീസ് ഉണ്ടാക്കുക. എന്തിനു വേണ്ടി? അഡ്മിനിസ്ട്രേഷൻ, വഖഫ് അഡ്മിനിസ്ട്രേഷൻ, സെക്കുലർ ആക്ടിവിറ്റീസിനെ സംബന്ധിച്ചുള്ള വഖഫ് അഡ്മിനിസ്ട്രേഷന് പറ്റിയ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കുക. 2, to coordinate the functions of the Central Waqf Council and the board insofar as they relate to their secular functions. അപ്പോ ഈ വഖഫ് കൗൺസിലും വഖഫ് ബോർഡും, സെൻട്രൽ വഖഫ് കൗൺസിലും സെൻട്രൽ വഖഫ് സ്റ്റേറ്റ് വഖഫ് ബോർഡും അതിന് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക. അതും സെക്കുലർ ഫങ്ഷൻസ് ക്രമീകരിക്കാൻ വേണ്ടി. 3, to review administration of the secular activities of waqfs generally and to suggest improvements if any. അത്രേ ഉള്ളൂ. വഖഫിന്റെ സെക്കുലർ ആക്ടിവിറ്റീസിന്റെ അഡ്മിനിസ്ട്രേഷൻ ഇടക്കും തലക്കും നോക്കുക, എന്നിട്ട് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് സജസ്റ്റ് ചെയ്യുക. ഇതെല്ലാം കേന്ദ്രം ചെയ്യേണ്ടതാണെന്ന് ഓർക്കണം. അതാണ് 96. അതുകൊണ്ട് അവസാനം പറഞ്ഞിരിക്കുന്നത് എന്താ? അതുകൊണ്ട് ഇടക്കും തലക്കും റിപ്പോർട്ട് തേടാം, കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് തേടാം ഈ പറയുന്ന ബോർഡിൽ നിന്നൊക്കെ. ഇനി അത്രയും പറഞ്ഞിട്ടാണ് 97. എന്നിട്ട് എന്താ പറയുന്നത്? സബ്ജക്ട് ടു എനി ഡിറക്ഷൻസ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അണ്ടർ സെക്ഷൻ 96, the state government may from time to time give to the board such general or special directions. ഇവിടെ എവിടെയാണ് ജോർജി, എവിടെയാണ് ഈ മുനമ്പത്തെ വിഷയത്തിന് പരിഹാരമുള്ളത്? സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും ഡയറക്ഷൻ കൊടുത്തോ? സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും ഡയറക്ഷൻ കൊടുത്തോ? ഇനി സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ഷൻ കൊടുക്കാൻ പറ്റുന്ന ഏരിയയാണോ അത്? വഖഫ് ബോർഡ് ഓൾറെഡി വഖഫ് ആണെന്ന് പറഞ്ഞ ഒരു സംഗതിയെ
സെൻട്രൽ ഗവൺമെന്റ് ഇത് വക്കഫല്ല എന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിനോട് പറയണോ അത് വക്കഫല്ലെന്ന് പറയണോ? ഇതാണോ ഒരു അഡ്വക്കേറ്റ് ജനത്തിന് മുമ്പിൽ വെക്കുന്ന സൊല്യൂഷൻ? 10 മിനിറ്റ് സൊല്യൂഷൻ. ലജ്ജാകരമാണ്, ലജ്ജാകരം. ഇനി മറ്റൊന്ന്, അപ്പോ 97ന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു ചോദിച്ചത് ജോർജ്? ഞാൻ ഇവർ കൊടുത്ത ഒരു കേസ് അത് എത്രത്തോളം ഒരു ഡിലേ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്? നോക്കൂ, സത്യത്തിൽ സുപ്രീം കോടതിയിൽ ഭേദഗതിക്കെതിരെ കേസ് കൊടുത്തവരെല്ലാം മുനമ്പംകാരുടെ മഹാശത്രുക്കളാണ്. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. സുപ്രീം കോടതി, കാരണം എന്താന്ന് വെച്ചാൽ അവർ ഇത്രയും നാളായി 3 വർഷമായി കഷ്ടപ്പെടുകയാണ്. ഇവരൊക്കെ കൂടിയാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതെന്ന് ഓർക്കണം. എന്നിട്ട് ഇപ്പോൾ ഒരു സൊല്യൂഷനായി വന്നപ്പോൾ അതിനെ എങ്ങനെയെങ്കിലും നീട്ടി വലിക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ തടസ്സപ്പെടുത്താനോ ഉള്ള ശ്രമമായി മാത്രമേ സുപ്രീം കോടതിയിൽ ഈ ഭേദഗതിക്കെതിരായി കേസുകൾ ഹർജി കൊടുത്തിട്ടുള്ള ആരായാലും കൊള്ളാം, അവരെ ഇതിനെതിരായി ഹർജി കൊടുത്തിട്ടുള്ളവരെ ഒക്കെ മുനമ്പംകാരുടെ മുഖ്യ ശത്രുക്കളായിട്ടേ പറയാനാവൂ. എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്? കാരണം അവരുടെ ശാശ്വതമായ പരിഹാരം വളരെ കൃത്യമായി ഈ ഭേദഗതിയിൽ സെക്ഷൻ 2A ഉണ്ട്. സെക്ഷൻ 2A വളരെ കൃത്യമായി പരിഹാരം ഉണ്ട്. കാരണം ഫറൂഖ് കോളേജ് ഒരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിൽ നിന്ന് ഭൂമി വാങ്ങിയവരാണ് മുനമ്പംകാർ. ഒരു സൊസൈറ്റിയുടെ മേഖലകളൊക്കെ ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുൻപോ പിൻപോ ഉള്ള സൊസൈറ്റി ആയാലും വഖഫ് നിയമത്തിൽ നിന്ന്, അതിൻ്റെ കീഴിൽ നിന്ന്, വഖഫ് ബോർഡിന്റെ കീഴിൽ നിന്ന് പുറത്തു പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ വളരെ വ്യക്തമായും ഫറൂഖ് കോളേജിന്റെ സംഗതി, വഖഫ് ബോർഡ് പറയുന്നത് ഇത് വഖഫാണെന്നാണല്ലോ. അല്ല, അത് ആ സൊസൈറ്റിയുടെ സംഗതിയാണ്. അത് വഖഫ് ബോർഡിന് പുറത്താണ്, വഖഫ് ആക്ടിനും പുറത്താണ്. അങ്ങനെ വരുമ്പോൾ ഇവർ വാങ്ങിയിട്ടുള്ള ഭൂമിയെ സംബന്ധിച്ചുള്ള വഖഫ് ബോർഡിന്റെ ക്ലെയിമും ഇല്ലാതാവുകയാണ്. അപ്പോൾ ഇതാണ് 2A ആണ് സൊല്യൂഷൻ. പക്ഷെ നമുക്കറിയാം ഇത് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഹർജി പോയി നീണ്ടു പോവുകയാണ്. ഈ പറയുന്ന ഭേദഗതിയിൽ 108B, സെക്ഷൻ 108B വായിച്ചാൽ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് വ്യക്തമാണ്. കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ ഉണ്ടാക്കണം. അതായത് ഈ ആക്ട് പാസ്സായി, ഈ ആക്ടിന് റൂൾസ് ഉണ്ടാവണം. സ്പെസിഫിക് ആയ ഇൻഡിക്കേഷൻസ് കൊടുക്കുന്ന റൂൾസ്, ആക്ട്സ് അല്ലെങ്കിൽ ചട്ടങ്ങൾ ഉണ്ടാവണം. അത് പാർലമെന്റിലെ 2 സഭകളിലും അത് ചർച്ചയ്ക്ക് വയ്ക്കണം. അത് പാസ്സാകണം. അങ്ങനെ പാസ്സായി കഴിഞ്ഞാൽ, റൂൾസ് അല്ലെങ്കിൽ ചട്ടങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ, പിന്നീട് അത് സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്വമാണ് അത് നടപ്പിലാക്കുക എന്നുള്ളത്. ഒരുപക്ഷെ അത് കളക്ടറുടെ ഉത്തരവാദിത്വമായിട്ട് മാറാം. ഏതായാലും അതെല്ലാം ഈ പറയുന്ന റൂൾസും ഈ ചട്ടങ്ങൾ പുറത്തു വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്പോഴാണ് മുനമ്പംകാർക്ക് അവരുടെ ഈ പറഞ്ഞ റവന്യൂ അവകാശങ്ങളെല്ലാം സമ്പൂർണമായി അവർക്ക് ശാശ്വതമായും സമ്പൂർണമായും തിരിച്ച് കിട്ടാൻ പോകുന്നത്. ആ ഒരു പ്രോസസ്സിനെ നീട്ടാനും വലിക്കാനും തടസ്സപ്പെടുത്താനും ഒക്കെ മാത്രമേ ഈ സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയിട്ടുള്ളവരാരൊക്കെയായാലും, അത് കേരള സർക്കാരായാലും അത് ഏത് പാർട്ടി ആയാലും കൊള്ളാം, അത് വലിയൊരു ദ്രോഹമാണ് മുനമ്പംകാരോട് അവര് ചെയ്തിരിക്കുന്നത്. വളരെ നന്ദി ഫാദർ ജോഷി മയ്യാറ്റിൽ ഈ ഒരു ഘട്ടത്തിൽ ഷെക്കീന ന്യൂസിനോട് പ്രതികരിച്ചതിന്. നീതിക്ക് വേണ്ടിയിട്ടുള്ള അങ്ങയുടെ പോരാട്ടം തുടരുക, വഖഫ് അധിനിവേശത്തിനെതിരെയുള്ള അങ്ങയുടെ പോരാട്ടം തുടരുക, ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള അങ്ങയുടെ പോരാട്ടം തുടരുക. വളരെ നന്ദി ഫാദർ ജോഷി മയ്യാറ്റിൽ. താങ്ക് യു.